തന്നെ വഞ്ചകനായി ചിത്രീകരിച്ച പിണറായി വിജയനെതിരെ നിലമ്പൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു ദിവസം താമസിച്ചു എന്നേ ഉള്ളൂ. ഇന്നലെ മാധ്യമ പ്രവർത്തകരെ കാണുമെന്നാണ് അദ്ദേഹം നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷെ അതുണ്ടായില്ല. ഇന്ന് രാവിലെ അദ്ദേഹം പത്രക്കാരെ കണ്ടു. പിണറായി വിജയൻ ആദ്യം ചതിച്ചത് VS അച്യുതാനന്ദനെയാണെന്നാണ് അൻവറിന്റെ ഒരു നിരീക്ഷണം. പിന്നീട് RSSൽ നിന്നുള്ള സംരക്ഷണം വാഗ്ദാനം ചെയ്ത് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് നേടി രണ്ടാം തവണ അധികാരത്തിൽ വന്നു. പിന്നെ പല കാര്യങ്ങളിലും പിണറായി മുസ്ലിങ്ങളെ ചതിച്ചു. മുനമ്പം പ്രശ്നത്തിൽ അദ്ദേഹം ക്രൈസ്തവരെ വഞ്ചിച്ചു. ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അവിടെ സ്ത്രീകളെ എത്തിക്കാൻ ശ്രമിച്ച് അദ്ദേഹം ഹൈന്ദവ സമൂഹത്തെയും ചതിച്ചു. പല പല വാഗ്ദാനങ്ങൾ നൽകി പ്രവാസികളെ പറ്റിച്ചു. 150 കിലോ സ്വർണത്തിന്റെയും 123 കോടി രൂപയുടെ ഹവാല പണത്തിന്റെയും കാര്യം പറഞ്ഞ് മലപ്പുറം ജില്ലയെ ചതിക്കുകയും അപമാനിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് പിണറായി വിജയനെതിരെ അൻവർ നിരത്തുന്ന വഞ്ചനയുടെ കഥകൾ. ഹിന്ദു ദിനപത്രത്തിന് പിണറായി വിജയൻ നൽകിയ അഭിമുഖ സംഭാഷണം ഉണ്ടല്ലോ, അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അങ്ങനെ ചോദിക്കുന്നത്, എന്തിനാണ് ഹിന്ദുവിന് ഒരു അഭിമുഖം നൽകിയത് ഇതുപോലെ? എന്തുകൊണ്ട് മലയാളം പത്രങ്ങൾക്ക് നൽകിയില്ല? അതിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ, മലപ്പുറത്തെ കുറിച്ചുള്ള അപഖ്യാതി ഇന്ത്യ മുഴുവൻ എത്തണം, ഇന്ത്യയിലെ സകലമായ ജനങ്ങളും വായിക്കണം. അതുകൊണ്ടാണ് ഹിന്ദു പോലെയുള്ള ഒരു ദിനപത്രത്തിന് ഇത് സംബന്ധിച്ച ഒരു അഭിമുഖം നൽകിയത്. അതാണ് അൻവറിന്റെ വാദം. ഇപ്പോൾ തന്നെ വഞ്ചകനാക്കാൻ ശ്രമിക്കുകയാണ്. അതായത് LDFന്റെ MLA ആയിരുന്നല്ലോ അൻവർ. അദ്ദേഹം അതൊക്കെ രാജിവെച്ച് പിണറായി വിജയനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണല്ലോ പുറത്തേക്ക് വന്നത്. തന്നെ അതിന്റെ പേരിൽ വഞ്ചകനാക്കാൻ ശ്രമിക്കുകയാണ് പിണറായി വിജയൻ എന്നാണ് അൻവർ പറയുന്നത്. ഇതിനിടയ്ക്ക് പരമരഹസ്യമായ ഒരു കാര്യം കൂടി അൻവർ വെളിപ്പെടുത്തുന്നുണ്ട്. ഈ പിണറായി വിജയന്റെ അഭിമുഖം അച്ചടിച്ചു വന്ന ഹിന്ദു ദിനപത്രം, അന്നത്തെ ആ പത്രത്തിന്റെ കോപ്പി മുഴുവൻ കേരളത്തിൽ ഉടനീളം CPM-കാർ വാങ്ങിച്ചെന്ന അദ്ദേഹം പറയുന്നു. ഒരെണ്ണം പോലും പുറത്തേക്ക് വിട്ടില്ല. മാധ്യമ പ്രവർത്തകർക്ക് പോലും അതൊന്നും കാണാൻ കിട്ടിയില്ല. പിന്നീട് എങ്ങനെ ഇത് പുറത്തു വന്നത്? അന്ന് വൈകിട്ട് കോഴിക്കോട് നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ PV അൻവറാണ് ഈ പത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ തരത്തിൽ മലപ്പുറം ജില്ലയെ അപമാനിക്കുന്ന തരത്തിലൊരു അഭിമുഖം ഹിന്ദുവിന് നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു രഹസ്യം കേരളത്തെ മാലോകരെ മുഴുവൻ അറിയിച്ചത്. ഏതായാലും അക്കാര്യത്തിൽ മലപ്പുറംകാർക്കെങ്കിലും അദ്ദേഹത്തോട് നന്ദി ഉണ്ടാവണം. അൻവറെ, ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അതായത് പിണറായി വിജയൻ കേരളത്തെ മുഴുവൻ വഞ്ചിച്ചെന്നോ VSനെ ചതിച്ചെന്നോ ഒക്കെ പറയാം. പക്ഷെ അതുകൊണ്ട് എന്താ പ്രയോജനം? പിണറായിസത്തെക്കുറിച്ചും മരുമോനിസത്തെക്കുറിച്ചും ഇനി പ്രസംഗിച്ചിട്ട് എന്താണ് പ്രയോജനം? താങ്കൾ അതൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് CPM പാളയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത്, സംശയമില്ല. പിണറായി വിജയന്റെ തെറ്റായ സമീപനങ്ങള്, പ്രവർത്തനങ്ങള്, കേരളത്തിലെ പോലീസിനെ RSS വൽക്കരിക്കാൻ ഒരു വിഭാഗം നടത്തിയ ശ്രമങ്ങള്, അതിന് പിണറായി വിജയനും CPM നൽകിയ പിന്തുണ, അതുപോലെ തൃശൂർ പൂരം കലക്കിയ കഥ, അത് ADGP അജിത് കുമാർ അറിഞ്ഞ് പിണറായി വിജയന്റെ ഒത്താശയോടുകൂടി ചെയ്തതാണ് എന്ന ആരോപണം, ഇതൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് താങ്കള് CPM-ന്റെ പാളയം വിട്ട് പുറത്തു വന്നത്. പക്ഷെ ഇപ്പോ ഇന്നത്തെ കാര്യം നോക്കുകയാണെങ്കിൽ താങ്കൾ അത് മുഴുവൻ സ്വയം റദ്ദു ചെയ്തിരിക്കുകയാ. ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? പിണറായിസത്തിനെതിരെ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് പുറത്തു വരുവാൻ താങ്കളെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ എന്തെങ്കിലും വ്യക്തിപരമായ പ്രശ്നമായിരിക്കും. അങ്ങനെ പറയാൻ കാരണം താങ്കളും പിണറായി വിജയനുമായിട്ടുള്ളൊരു സൗഹൃദം ഓർക്കുമ്പോഴാ. വളരെ അടുപ്പക്കാരായിരുന്നു, ഈച്ചയും ചക്കരയും പോലെ അങ്ങനെ അടുത്തു നിന്നവരാ. പിന്നെ എങ്ങനെയാണ് പിണങ്ങിയതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും താങ്കൾ പുറത്തേക്ക് വന്നത് പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ്. ഇതൊന്നും പുതിയ കാര്യങ്ങളായിരുന്നില്ല. കേരളത്തിലെ പ്രതിപക്ഷം നിരന്തരമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളുമാണ്. പക്ഷേ പിണറായി വിജയൻ ഒപ്പം നിന്ന ഒരാള്, CPM-ന്റെ പാർലമെന്ററി കക്ഷിയിലെ ഒരംഗം, അദ്ദേഹം തന്നെ ഇതുപോലെയുള്ള ആരോപണങ്ങൾ, പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങള് ഉറക്കെ പറഞ്ഞുകൊണ്ട് പുറത്തു വരുമ്പോ സ്വാഭാവികമായിട്ടും അതിന് ഒരു പ്രത്യേക ശ്രദ്ധ കിട്ടും, മാധ്യമ ശ്രദ്ധ കിട്ടും. പ്രതിപക്ഷം നിങ്ങളെ പിന്തുണയ്ക്കാൻ മുന്നോട്ട് വരും. അതാണ് വാസ്തവത്തിൽ സംഭവിച്ചത്. അപ്പൊ താങ്കൾ വിചാരിച്ചു താങ്കളാണ് പിണറായി വിജയനും അല്ലെങ്കിൽ പിണറായിസത്തിനുമെതിരായിട്ടുള്ള പോരാട്ടങ്ങളുടെ കുന്തമുന, താങ്കൾ മാത്രം. അങ്ങനെ താങ്കളൊക്കെ ധരിച്ചുപോയി. അതാണ് പറ്റിയത്. ഈ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് താങ്കൾ CPM-ന്റെ ക്യാമ്പ് വിട്ട് പുറത്തു വരികയും പ്രതിപക്ഷം നിങ്ങളെ സഹായിക്കാൻ തയ്യാറാവുകയും ചെയ്തപ്പോ
നിങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രസക്തി കൈവന്നു. പക്ഷെ ഇന്നിപ്പോ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ഉന്നയിച്ച രാഷ്ട്രീയ വിഷയങ്ങൾക്കുള്ള പ്രാധാന്യം നിങ്ങൾ തന്നെ ഇല്ലാതാക്കി. നിങ്ങൾ പിണറായിസത്തിനും മരുമോനിസത്തിനും എതിരാണെന്ന് പറഞ്ഞു. പക്ഷേ തെരഞ്ഞെടുപ്പായപ്പോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോൾ താങ്കളുടെ പ്രധാന ശത്രു ആര്യാടൻ ഷൗക്കത്തായിട്ട് മാറി. അതുപോലെ പ്രതിപക്ഷ നേതാവ് VD സതീശനോടുള്ള വൈരാഗ്യം താങ്കൾ ഉന്നയിച്ച രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കാൾ മുഖ്യമായിട്ട് മാറി. UDF തന്നെ നിങ്ങൾക്ക് അസ്വീകാര്യമായി. അങ്ങനെ നിങ്ങൾ ഉന്നയിച്ച കേരളത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിച്ച വിഷയങ്ങളെ നിങ്ങൾ തന്നെ റദ്ദ് ചെയ്തു. നിങ്ങൾ ആത്മാർത്ഥതയോടെയാണ് ഈ വിഷയങ്ങൾ ഉന്നയിച്ചതെങ്കിൽ നിങ്ങളിപ്പോൾ UDF-നൊപ്പം കാണുമായിരുന്നു. അല്ലാതെ സമ്മർദ്ദതന്ത്രത്തിന്, വിലപേശലിന്, ബ്ലാക്ക് മെയിലിങ്ങിന് നിങ്ങൾ മുദ്രികയില്ലായിരുന്നു. താങ്കൾ മത്സരിക്കുന്നില്ല എന്ന് താങ്കൾ തന്നെ നേരത്തെ പ്രഖ്യാപിച്ചതാ. അപ്പോൾ കോൺഗ്രസ് നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിയെ താങ്കൾ പിന്താങ്ങണമായിരുന്നു. അത് നിങ്ങളുടെ രാഷ്ട്രീയ ഭാവിയുടെ പ്രശ്നം മാത്രമല്ല. നിങ്ങൾ ഒരു വിഷയം ഉന്നയിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട ആത്മാർത്ഥതയുടെ പ്രശ്നം കൂടിയായിരുന്നു. താങ്കളുടെ വിശ്വാസ്യതയുടെ വിഷയം കൂടിയായിരുന്നു. പക്ഷേ ഇതൊക്കെ മറന്നുകൊണ്ട് താങ്കളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ അഥവാ സ്വാർത്ഥ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് താങ്കൾക്ക് ഇഷ്ടമില്ലാത്ത ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ താങ്കൾ ചോദ്യം ചെയ്തത്. ആ വിഷയത്തിൽ ഉറച്ചു നിന്ന പ്രതിപക്ഷ നേതാവിനെ താങ്കൾ ശത്രുവായി കണ്ടത്, അല്ലെങ്കിൽ വൈരാഗ്യത്തോടെ കണ്ടത് അതുകൊണ്ടായിരുന്നു. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ താങ്കള് ഈ പിണറായിസത്തിനെതിരായിട്ട് ഉന്നയിച്ച വിഷയങ്ങള്, ഭരണരംഗത്തെ RSS വൽക്കരണത്തിനെതിരായി നിങ്ങൾ മുന്നോട്ട് വെച്ച കാര്യങ്ങള്, അതിന്റെയൊക്കെ മുനയൊടിച്ചത് താങ്കൾ തന്നെയാണ്. അതിന്റെ പ്രയോജനം ഒരു പരിധിവരെ ലഭിച്ചിരിക്കുന്നത് ഇടതുപക്ഷ മുന്നണിക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പ്രസക്തി കൂടുതൽ ഇല്ലാതാക്കാൻ വേണ്ടി താങ്കളെ വഞ്ചകനെന്നോ യൂദാസ് എന്നോ ഒക്കെ CPM വിളിക്കും. പിണറായിയും ഗോവിന്ദൻ മാഷും നിങ്ങളെ അങ്ങനെ അഭിസംബോധന ചെയ്യും. ഇനി കിടന്ന് വിലപിച്ചിട്ടോ കരഞ്ഞിട്ടോ പരിദേവനം പറഞ്ഞിട്ടോ പ്രയോജനമില്ല. താങ്കൾ സൃഷ്ടിച്ച പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം എതിരാളികൾ ഉപയോഗിക്കും, മാധ്യമങ്ങൾ ആഘോഷിക്കും. ഇന്നലെ രാത്രിയിലെ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. ആര്യാടൻ ഷൗക്കത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടന വേളയില് പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും പങ്കെടുത്തില്ല എന്ന ആക്ഷേപം കത്തി നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഈ ചർച്ച. അതുപോലെ അതിന് തൊട്ടു തലേന്ന് ലീഗിന്റെ നേതാക്കൾ സംബന്ധിച്ച ഒരു യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായിട്ട് ശക്തമായ വിമർശനം ഉയർന്നു എന്ന വാർത്തയും പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു ഈ ടെലിവിഷൻ ചർച്ച. ഈ രണ്ട് വിഷയങ്ങൾ നമ്മളും കൈകാര്യം ചെയ്തതാണ്. അതേപ്പറ്റി ഒന്നോ രണ്ടോ വീഡിയോകൾ ചെയ്തതുമാണ്. അത് മാത്രമല്ല, UDF കൺവെൻഷനിൽ പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും പങ്കെടുക്കാതിരുന്നതിനെ കുറിച്ച് ചില ചാനൽ ചർച്ചകളിൽ ഞാൻ അഭിപ്രായം പറയുകയും ചെയ്തതാണ്. ഈ പശ്ചാത്തലത്തിലായിരുന്നു ഈ മേൽപ്പറഞ്ഞ ടെലിവിഷൻ ചാനലിലെ ചർച്ച നടന്നത്. അപ്പോൾ അവതാരകന്റെ ഭാഗത്തു നിന്ന് ചില ചോദ്യങ്ങൾ ഉയർന്നു. ആര്യാടൻ ഷൗക്കത്തിന്റെ കൺവെൻഷനിൽ പ്രസംഗിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി ഞങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥി എന്ന് ആര്യാടൻ ഷൗക്കത്തിനെ വിശേഷിപ്പിച്ചു. അതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് പിന്നിൽ ഒരു പ്രധാന പ്രചോദനം. അതുപോലെ തന്നെ യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ് സംസാരിക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസിന്റെ മാത്രം സ്ഥാനാർത്ഥിയല്ല, ഞങ്ങൾ ലീഗിന്റെയും സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞു. ഒപ്പം മക്കത്തായിരുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇടയ്ക്കിടെ ടെലിഫോൺ ചെയ്യുകയും നിലമ്പൂരിലെ കാര്യങ്ങളെക്കുറിച്ച് വളരെ താല്പര്യപൂർവ്വം അന്വേഷിക്കുകയും ചെയ്തിരുന്നുവെന്ന് ചില ലീഗ് നേതാക്കള് മാധ്യമപ്രവർത്തകരോടും മറ്റും പറഞ്ഞിരുന്നു. ഇതിനെല്ലാം ഉപരി UDF-ന്റെ കൺവെൻഷനിൽ പങ്കെടുക്കാൻ പറ്റാതെ പോയ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഇന്നലെ, അതായത് ചൊവ്വാഴ്ച, ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണത്തിന് ഇറങ്ങുകയും അദ്ദേഹത്തിന്റെ പര്യടന പരിപാടി പോത്തുകൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഇതിനെയൊക്കെ പശ്ചാത്തലമാക്കിക്കൊണ്ട് അവതാരകൻ ചോദിക്കുന്നു, എന്താണ് പെട്ടെന്ന് ഈ മാറ്റങ്ങൾക്ക് കാരണമായത്? ലീഗിനെ കുറിച്ചുള്ള അവിശ്വാസം കൊണ്ടാണോ എന്ന അർത്ഥത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ എന്റെ നിലപാട് വിശദീകരിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് സമയക്കുറവിന്റെ കാരണം പറഞ്ഞ് അവതാരകൻ ഇടപെടുകയും എന്നെ തടയുകയും ചെയ്തു. ഇത്തരം ചർച്ചകളുടെ ചരട് സ്വാഭാവികമായിട്ടും അവതാരകരുടെ കൈവശമാണ്.
അതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. പക്ഷേ അത്തരത്തിലൊരു ചോദ്യം, സംശയം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തുമ്പോൾ അത് ലീഗിന്റെ ഉത്തരവാദിത്വമല്ലേ അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ വിവാദങ്ങൾ ദൂരീകരിക്കേണ്ടത് അല്ലേ? അവരുടെ നേതൃയോഗത്തിൽ സതീശിനെതിരായിട്ട് ശക്തമായ വിമർശനമുണ്ടായി. സതീശിന്റെ പിടിവാശിയാണ് അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് കാരണം എന്നൊക്കെ ചില നേതാക്കൾ പറഞ്ഞു എന്നൊക്കെയാണ് മാധ്യമ വാർത്തകൾ പുറത്തേക്ക് വന്നത്. അത് ശരിയല്ല എന്ന് പൊതുജനങ്ങളോട് പറയേണ്ടത്, അല്ലെങ്കിൽ ലീഗ് ഒറ്റക്കെട്ടായിട്ട് UDF സ്ഥാനാർത്ഥിക്ക് പിന്നിൽ അണിനിരക്കുന്നുണ്ട് അല്ലെ അണിനിരന്നിരിക്കുകയാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടത് ആ പാർട്ടിയുടെ ഉത്തരവാദിത്വമല്ലേ? ലീഗ് നേരും നെറിയുമുള്ള ഒരു പാർട്ടിയാണ്. ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യവും അതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കുഞ്ഞാലിക്കുട്ടി, ആര്യാടൻ ഷൗക്കത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറയും. ഫിറോസ് ഇത് ലീഗിന്റെ സ്ഥാനാർത്ഥിയാണെന്ന് പറയും. അബ്ബാസ് അലി ശിഹാബ് തങ്ങള് തലേ ദിവസം വരാതിരുന്നതിന്റെ കേട് തീർത്ത് പിറ്റേന്ന് ആര്യാടൻ ഷൗക്കത്തിനൊപ്പം പ്രചാരണത്തിന് ഇറങ്ങും. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പാണക്കാട്ട് തങ്ങൾമാര് പൊതുപരിപാടികൾക്ക് പോകാറില്ല. അതൊരു കീഴ്വഴക്കമാണ്. പോകരുതെന്നൊന്നുമില്ല, അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ അതുപോലും മാറ്റിവെച്ചിട്ടാണ് ചൊവ്വാഴ്ച അബ്ബാസ് അലി ശിഹാബ് തങ്ങള് ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയത്. അത് ലീഗിന്റെ ഉത്തരവാദിത്വമല്ലേ? അവരുടെ ബാധ്യതയല്ലേ? ലീഗ് എന്ന് പറയുന്നത് UDFിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷിയാണ്. അത് മാത്രമല്ല, നിലമ്പൂരില് കോൺഗ്രസിനൊപ്പം ശക്തിയുള്ള സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ്. അവര് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിന്ന് ഒട്ടും മാറി നിൽക്കുന്നില്ല എന്ന് വോട്ടർമാരെ ബോധ്യപ്പെടുത്തേണ്ടത്, കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. അവരത് ചെയ്തു. അതിനെന്താണ് ഇത്ര ചോദിക്കാനുള്ളത്? ഷൗക്കത്തിന്റെ കൺവെൻഷന് തൊട്ട് തലേന്നായിരുന്നല്ലോ സ്വരാജിന്റെ കൺവെൻഷൻ. അവിടെ CPMന്റെ വളരെ മുതിർന്ന നേതാവായ TK ഹംസ, അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ വളരെയേറെ ബഹുമാനിക്കുന്ന ഒരാളാണ്. TK ഹംസ, ഹംസക്ക് എന്നാണ് വിളിക്കുന്നത്. നിയമസഭയിലായിരുന്നപ്പോ ഞാൻ അവിടെ ലേഖകനാണ്. അദ്ദേഹവുമായിട്ട് നല്ല സ്നേഹബന്ധമുണ്ടായിരുന്നു, വലിയ ബഹുമാനമായിരുന്നു. ഹംസക്ക് എന്താ പറഞ്ഞത്? സ്വരാജിന്റെ മകനാണെന്നാണ്, എന്റെ മോൻ. 1982 ആര്യാടൻ മുഹമ്മദിനെതിരെ ഞാൻ മത്സരിച്ചു. ഇപ്പോഴിതാ ആര്യാടൻ മുഹമ്മദിന്റെ മകനെതിരെ എന്റെ മോൻ മത്സരിക്കുന്നു, സ്വരാജ്. അങ്ങനെ പറയുന്നതിന് എന്താ കുഴപ്പം? എന്തെങ്കിലും തെറ്റുണ്ടോ? അതാരും ചൂണ്ടിക്കാട്ടുന്നില്ലല്ലോ. കുഞ്ഞാലിക്കുട്ടി ഞങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥി എന്ന് ഷൗക്കത്തിനെ പറ്റി പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫിറോസ് ഇത് ലീഗിന്റെ സ്ഥാനാർത്ഥിയാണെന്ന് വിശേഷിപ്പിച്ചാൽ അപ്പൊ കുഴപ്പമാ, അപ്പൊ കുരു പൊട്ടും. ഹംസക്ക സ്വരാജിന് മോൻ, എന്റെ സ്വന്തം മോൻ എന്ന് പറഞ്ഞാൽ ആർക്കും പ്രശ്നമില്ല. കൺവെൻഷനിൽ പ്രസംഗിക്കുമ്പോൾ ഹംസക്ക മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. 1982 അദ്ദേഹം ആര്യാടൻ മുഹമ്മദിനെ തോൽപ്പിച്ച ഒരു കഥ. ഇടതുപക്ഷ മുന്നണിയുടെ സ്വതന്ത്രനായിട്ടാണ് അന്ന് ഹംസക്ക മത്സരിച്ചത്. അന്ന് ആര്യാടനെ തോൽപ്പിച്ചു, ചെറിയ വ്യത്യാസമായിരുന്നു. അതേപ്പറ്റി അദ്ദേഹം പറഞ്ഞത് ഒരു വഞ്ചനയ്ക്കുള്ള മറുപടിയായിരുന്നു ആ തെരഞ്ഞെടുപ്പെന്ന. എന്തായിരുന്നു ആ വഞ്ചന? 1980 ആര്യാടൻ മുഹമ്മദ് ഉൾപ്പെടുന്ന കോൺഗ്രസ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് വിഭാഗം CPMനൊപ്പം LDFനൊപ്പമായിരുന്നു. പിന്നീട് കോൺഗ്രസ് പല കാരണങ്ങളാൽ അന്നത്തെ മാർക്സിസ്റ്റ് മുന്നണിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ TK ഹംസയാണ് ആര്യാടനെ തോൽപ്പിക്കുന്നത്. അന്ന് ആര്യാടൻ മുഹമ്മദ് അടങ്ങുന്ന കോൺഗ്രസ് ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തു വന്നതിനെ കുറിച്ചാണ് ഒരു വഞ്ചനയുടെ കഥ എന്ന് നമ്മുടെ TK ഹംസ വിശേഷിപ്പിച്ചത്. അതിനു മുമ്പൊരു കഥയുണ്ട്. 1980 അന്ന് കോൺഗ്രസ് യുവിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു ജയിച്ചത് ഹരിദാസ. പക്ഷെ പിന്നീട് ആര്യാടൻ മുഹമ്മദ് നയനാർ മന്ത്രിസഭയിൽ അംഗമായപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഹരിദാസ മണ്ഡലം ഒഴിഞ്ഞുകൊടുത്തു. അങ്ങനെ കോൺഗ്രസ് LDF വിട്ടതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ആര്യാടൻ മുഹമ്മദിനെതിരെ TK ഹംസ മത്സരിച്ചതും ജയിച്ചതും. ശരിയാണത്. അതിനെയാണ് ഒരു വഞ്ചനയുടെ പേരിൽ നടന്ന തെരഞ്ഞെടുപ്പ് എന്നൊക്കെ ഹംസക്ക വിശേഷിപ്പിച്ചത്. പക്ഷെ ഒരു കാര്യം അദ്ദേഹം മറന്നുപോയി. ഈ 1980 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് CPMനൊപ്പമായിരിക്കുമ്പോൾ ഹരിദാസിനെതിരെ മത്സരിച്ചത് ആരായിരുന്നു? നമ്മുടെ ഹംസക്കയായിരുന്നു. ഹംസക്ക അന്ന് കോൺഗ്രസ് ആയിരുന്നു. 2 കൊല്ലത്തിനകം കോൺഗ്രസിൽ നിന്ന് മാറി വന്ന് കളം മാറ്റി ചവിട്ടി വന്ന് CPMനോട് ചേർന്നതിന് ശേഷം അവരുടെ സ്വതന്ത്രനായിട്ടാണ് 1982 അദ്ദേഹം മത്സരിച്ചതും
ജയിച്ചത്. ഇതാണ് മാധ്യമങ്ങൾ നടത്തുന്ന ചില കളികൾ. TK ഹംസയ്ക്ക് CPM സ്ഥാനാർത്ഥി സ്വരാജിനെ മോൻ എന്ന് വിശേഷിപ്പിക്കാം, ഒരു തെറ്റുമില്ല അങ്ങനെ പറയുന്നതിൽ. പക്ഷേ PK കുഞ്ഞാലിക്കുട്ടിയോ ഫിറോസോ ആര്യാടൻ ഷൗക്കത്ത് ഞങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥിയാണ്, ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ്, ഞങ്ങളുടെ സ്വന്തമാണ് എന്ന് പറയാൻ പാടില്ല. ഓരോരോ വിശേഷപ്പെട്ട ആചാരങ്ങൾ.